മച്ചന്മാരെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കാച്ചില് സുഖമായ രീതിയിൽ പറിക്കാമെന്നാണ്. ഇവിടെ നമുക്ക് അസിസ്റ്റന്റ് ആയിട്ട് രണ്ടുപേരുണ്ട്, ഒന്ന് തുമ്പോളി, ഒന്ന് അലൻ തോമസ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പറിക്കാൻ പോകുന്ന കാച്ചിലിനെ കണ്ടുപിടിക്കുക, അതിനുശേഷം അതിന്റെ ചുറ്റും ചെറുതായിട്ട് ചെറിയ തട എടുക്കുക. അപ്പൊ നമ്മൾ അതിന് ഉപയോഗിച്ച വളമൊക്കെ മണ്ണിലുണ്ടാവും. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വള്ളി ഇനി നമുക്ക് അസൗകര്യം ആയിക്കൊണ്ട് നമുക്ക് പറിച്ച് കളയുക. അതിനുശേഷം നമ്മൾ ഈ കൂടുതൽ കുഴിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര സമയം എടുക്കും. അതുകൊണ്ട് നമ്മളെന്താ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം പമ്പ് ചെയ്ത് ഇതിന് ചുറ്റുമുള്ള മണ്ണ് കളഞ്ഞിട്ട് കാശ് പുറത്തെടുക്കാനാണ് നോക്കുന്നത്. നമ്മൾ ഇപ്പൊ നമ്മളൊരു അരയുടെ പമ്പ് ഉപയോഗിച്ച് വെള്ളം അടിക്കുവാണ്. അപ്പൊ നമ്മളെന്താ ചെയ്യുന്നത്, ഇതിന്റെ ചുറ്റും ഇങ്ങനെ പതിയെ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിന്റെ മണ്ണൊക്കെ ഇളകി വേരുകളൊക്കെ വിട്ടു തുടങ്ങും. അതിനുശേഷം നമുക്ക് പതിയെ എടുക്കാൻ പറ്റും. നമ്മളിത് ഈ കാശി ഇപ്പൊ നട്ടിട്ട് ഏകദേശം ഒരു വർഷമായെന്ന് തോന്നുന്നു. അപ്പൊ നമ്മളിപ്പം ചെറുതായിട്ട് ഇങ്ങനെ സൈഡിലൊക്കെ കുത്തി കൊടുത്ത് നമുക്കറിയാം ഇങ്ങനെ വേരൊക്കെ വിട്ടു പോരുന്നത്. ഇതാണ് തോന്നുന്നു കാച്ചി നമ്മൾ നട്ട കഷ്ണം. ഇതിൽ നിന്നാണ് അത് പിടിച്ചു വന്നേക്കുന്നത്. നമ്മളിങ്ങനെ പതിയനെ വേര് വിടിയിച്ച്, ഇത് ചെറിയ കാച്ചിലാണെന്ന് തോന്നുന്നു, ശരിക്കും വളമൊന്നും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഇത് നമ്മൾ എക്സ്പെരിമെന്റ് ആയിട്ട് നട്ടതുകൊണ്ട് ഇത് വളരെ മോശം കാച്ചിലാണെന്നാണ് തോന്നുന്നത്. രണ്ടും കൂടി പാടാടാ, ഈ ജോലി ചെയ്യാൻ പറയാൻ വിളിച്ചൊക്കെ അറിയിക്കുന്നുണ്ട്. നമുക്കാണെങ്കിൽ കാച്ചിൽ നേരെ പറിച്ചെടുക്കാൻ നോക്കാം. പക്ഷെ പ്രശ്നം വെച്ചാൽ കാച്ചിൽ ഒടിച്ചു പോയി കഴിഞ്ഞാൽ അതിന്റെ റിമൈനിങ് അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ പതിയെ ഇളക്കി കൊടുക്കുക, പറിച്ചെടുക്കരുത്. ഇത് ഇപ്പൊ പറിച്ചു പോകുന്നതെന്ന് തോന്നുന്നു. നോക്കുക ഒടിഞ്ഞു പോയിട്ടുണ്ടോ ഏതെങ്കിലും. ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തപ്പിയെടുക്കാം, അല്ലെങ്കിൽ ഇത്തവണ ഒടിഞ്ഞൊന്നും പോയിട്ടില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ചെറിയ കാച്ചിലാണ്. ഇത് നമ്മൾ നമ്മുടെ അസിസ്റ്റന്റിനെ ഏൽപ്പിക്കുകയാണ്. അസിസ്റ്റന്റ് മേടിക്കടി നമ്മൾ വെള്ളം പാഴാക്കാതിരിക്കാൻ വേണ്ടി മോട്ടർ ഇപ്പൊ തന്നെ ഓഫ് ആക്കുകയാണ്. ഇനി അടുത്ത കാച്ചിൽ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ തുടരത്തുള്ളൂ.